ഹായ് ഡിയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെമ്മീൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഉണക്കച്ചെമ്മീൻ, നല്ല കെട്ടിലെ ഉണക്കച്ചെമ്മീൻ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ല അടിപൊളിയാണ്. സാധാരണ ഈ ഉണക്കച്ചെമ്മീനൊക്കെ ഉണക്കുന്നിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പട്ടിയും പൂച്ചയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും, റോഡിലൊക്കെ ഇട്ടിട്ടാണ് ഉണക്കുന്നത്. അതൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് ഫ്രഷ് ആയിട്ട് അടിപൊളി ചെമ്മീൻ ഉണക്കി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ചെമ്മീനാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് നല്ലതായപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്. ഇനി വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ ഇത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒക്കെ ഇതിടണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ വർഷമായിരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പം ഒരുപാട് പാടും കുരുവൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും വീണ്ടും ഇതിങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോന്നൊക്കെ ഇട്ട് നോക്കുന്നതാണ്. അതിനകത്ത് എനിക്ക് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാൻ ഏറ്റവും എനിക്ക് നന്നായിട്ട് തോന്നിയത് ഈ സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ കടലമാവുണ്ടല്ലോ, കടലമാവും തേനും കുറച്ച് പാലും പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്ക്. ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനിതിൽ കുറച്ച് സാൻഡൽവുഡ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. നേരത്തെ ചെമ്മീൻ്റെ സംഭവം കാണിച്ചില്ലേ, ആ സെയിം നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഈ സാൻഡൽവുഡും ഇങ്ങനത്തെ ബോഡി കെയർ, ഹെയർ കെയർ എല്ലാ പ്രോഡക്റ്റും നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് കിട്ടും കേട്ടോ. അപ്പോൾ അത് കോൺടാക്ട് ചെയ്ത് നോക്ക്. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ റെസിപ്പികളിലേക്ക് പോകാം. കുറേ നാളായല്ലോ നമ്മളൊരു റെസിപ്പിയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൊരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. വെള്ളയപ്പം ബാക്കി വന്നിട്ട് ലാസ്റ്റ് ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ള വെള്ളയപ്പം ചുടാനും ഇല്ല, പിന്നെ ബാക്കിയിട്ട് കളയാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവ് ഏകദേശം ആ ഒരു കപ്പിന് ഒരു അരക്കപ്പ് ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ. ഏകദേശം ഒരു 3/4 കപ്പ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടാവും. മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ വെള്ളയപ്പത്തിൻ്റെ മാവിൽ നമ്മൾ ഉപ്പും അതുപോലെ സോഡാപ്പൊടി ഒന്നും ചേർക്കാത്ത വെള്ളയപ്പ മാവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു 4 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ പഞ്ചസാര ഇടും കൂടെ ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് ജീരകം ഇട്ടിട്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ സോഡാ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ ഹാദുക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഹാദുവിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അടയും ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ, സ്നാക്സ് ആയിട്ടുള്ള പഴയ ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ബട്ടറോ നെയ്യോ ചേർത്ത് തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മളിതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആദ്യം പകുതി ഒഴിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ മുഴുവനത്തോടെ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പത്തിൻ്റെ തട്ടി വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഇടിയപ്പത്തിൻ്റെ നമ്മളെ ഇഡ്ഡലിയുടെ ആ ഒരു ആകൃതിയിലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഇനി ഉണ്ടാക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ മറന്നിരിക്കുന്നവരാണെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്ക്. എന്തായാലും കിടിലനാണ്. 4 മണി ചായക്ക് ഒരു കട്ടൻ ചായയുടെ ഒപ്പം അല്ലെങ്കിൽ നല്ല പാൽ ചായയൊക്കെ ഇട്ടിട്ട് പുറത്ത് പോയിരുന്ന് നല്ല അപ്പമൊക്കെ കൂട്ടി കഴിക്കാം. അതുമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ വേറെ അധികം എണ്ണയിൽ പൊരിക്കുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിതിൻ്റെ മുകളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് എല്ലാം വന്നപ്പോഴത്തേക്കിനും ഇത് കുറച്ച് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ പഴം ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പഴമൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ പഴം അതുപോലെ തന്നെ തിരിച്ച് മാറ്റുന്നുണ്ട്. കുറച്ച് നട്ട്സും അതുപോലെ തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് താളിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ. ഇതൊന്നും ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു ആർഭാടത്തിന് വേണ്ടി ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ ആ ഒരു നട്ട്സൊക്കെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാഷ്യൂ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഏത്തപ്പഴം വെച്ച് കൊടുക്കാം, നല്ലത് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ നേരത്തെ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ താഴത്തേക്ക് പോകുന്ന രീതിയിലാണെങ്കിലും ആദ്യം തന്നെ വെച്ച് കൊടുക്കണമായിരുന്നു. അതാണ് നല്ലത്. ഇതിപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനതങ്ങ് എടുത്ത് മാറ്റി. അപ്പോൾ ഈ ഒരു നട്ട്സ് ഇടുന്ന സമയത്തും കുറച്ചും കൂടെ മുന്നേ ഇടണം, എങ്കിലേ നന്നായിട്ട് അതിൽ പിടിക്കുകയുള്ളൂ. ഞാനിപ്പോൾ അത്യാവശ്യം തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡിയായി. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എല്ലാ സൈഡിൽ നിന്നും വിട്ട് വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഉമ്മ അതിന് മുന്നേ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെയാണ് ഉമ്മ പറഞ്ഞത് ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഉമ്മ പറഞ്ഞു, അയ്യോ എടുത്തിട്ട് തന്നാൽ മതി
മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കട്ട് ചെയ്ത് പകുതി വെച്ചിട്ട് അങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഉണ്ടാക്കുന്നവരാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ എന്നുള്ള കമൻറ്റും കൂടി പറയണം കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും കിച്ചണിലേക്കൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ നല്ല അടിപൊളി റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഞാനിത് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ലെയർ പോലെ ഇരിക്കുന്നത്. സംഭവം അടിപൊളിയാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ വെള്ള കളറിൽ ഉണ്ടാക്കാം. നമുക്ക് പഞ്ചസാര ഇട്ടിട്ട്, ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് വെള്ള കളറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഇനി അടുത്ത ദിവസമായി. ഇതൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഓർത്തു ഇന്ന് ഇറച്ചി വാങ്ങിക്കാം. കുറേ ദിവസമായി ബീഫ് വാങ്ങിയിട്ട്, അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫ് വാങ്ങി കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പ്രതീക്ഷിക്കാതെ ഒരു വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയായപ്പോഴത്തേക്കിന് ഏകദേശം ഒരു ഉച്ചയോട് അടുക്കുമ്പോഴാണ് വിരുന്നുകാരൊക്കെ വരുമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ബീഫ് കറി നെയ്ച്ചോറും അല്ല കേട്ടോ കൊടുത്തത്, നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ബീഫ് കറി വെച്ചു. അതുപോലെ തന്നെ ഞാൻ രാവിലെ മുതൽ ഒരു മോർണിംഗ് വ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ തേങ്ങാപ്പാലും പിന്നെ ഒറോട്ടി വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒറോട്ടിയും ഉണ്ട്. പിന്നെ നമ്മൾ വിരുന്നുകാർക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. ഇപ്പോൾ വിരുന്നുകാരൊക്കെ അത്യാവശ്യം നല്ലോണം വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ വീഡിയോ എടുക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. ഭയങ്കര കുറവായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ സ്പെഷ്യലൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാത്തത്. പിന്നെ അപ്പോൾ നമ്മളെന്തായാലും ഞാനിന്ന് ബട്ടർ സ്കോച്ചിൻ്റെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സേമിയ വെച്ചിട്ട് ബട്ടർ സ്കോച്ച് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ കഴിഞ്ഞ കുറച്ച് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ്റെ ടൈമിൽ നമുക്കൊരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു നട്ട്സ് നമ്മൾ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതായത് കാഷ്യൂം ബദാമും എല്ലാം കൂടെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊടിച്ചതിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബട്ടർ സ്കോച്ചിൻ്റെ പായസം ആക്കാം. അപ്പോൾ ആ പൊടിച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പായസം റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ നമ്മളുടെ നെയ്യിൽ അല്ലെങ്കിൽ ബട്ടറിൽ നമ്മൾ സേമിയൊക്കെ ഒന്ന് വറുത്തെടുത്തു. എന്നിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ക്യാരമലാക്കി അതിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒക്കെ ചേർത്ത് നല്ല അടിപൊളി പായസമാണ് കേട്ടോ സംഭവം. ഇതും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. പക്ഷേ വിരുന്നുകാരെ ഞെട്ടിക്കാനെന്നൊക്കെ പറയൂലേ, അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇന്ന് വരുന്ന വിരുന്നുകാരും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അപ്പച്ചിമാരാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. പൊതുവേ നമ്മുടെ വാപ്പീൻ്റെ ആൾക്കാരൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം തന്നെ കുറേ വർഷങ്ങളൊക്കെ ആകുമ്പോഴാണ് അങ്ങനെ വരാറ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ സേമിയ പായസം നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അതായത് ഏകദേശം ഒരു 3/4 കപ്പ് പഞ്ചസാരയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ടൊന്ന് കാരമലാക്കി എടുക്കുകയാണ്. ഇത് കരിഞ്ഞു പോവാണ്ട് നോക്കണം കേട്ടോ. ആ ഒരു കറക്റ്റ് കളറിൽ കിട്ടിയാൽ മതി. ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചുവ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒരു കയ്പ്പ് ഫീൽ വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം മെൽറ്റായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറും മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കവർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ലിറ്റർ പാലാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് തിളച്ച് പറ്റി വരുമ്പോഴത്തേക്കും ആ കറക്റ്റായിട്ടുള്ള അളവിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും അതൊന്ന് കട്ട പിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് തിളച്ച് വരുമ്പോൾ റെഡിയായി കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് ഞാൻ ബിരിയാണിക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വരുന്നത് കൊണ്ട് സവാള കുരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അരിഞ്ഞ് റെഡിയാക്കി അതൊക്കെ വെച്ചു. പിന്നെ ഇവർ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഐറ്റംസ് ഒക്കെ തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുക. സേമിയ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടിപ്പോവരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ചൊവ നന്നായിട്ട് മുന്തി നിൽക്കും. ഒരിത്തിരി ചേർത്താൽ മതി. നമ്മൾ ഒത്തിരി 2-3 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ആ ഒരു രീതിയിൽ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ അടച്ച് വെക്കുക കേട്ടോ. തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കുക പാകത്തിന് ആകുമ്പോഴത്തേക്കിനും. ഇനി നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ചേർക്കുന്നത്. വിളമ്പാനാകുമ്പോൾ ചേർത്താലും മതി. ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ നട്ട്സും നമുക്ക് ഉപയോഗിക്കാം. കാരമലൈസ് ചെയ്ത് നമ്മൾ നട്ട്സ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്നതാണിത്. നല്ലോണം ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒന്ന് ബട്ടറിൽ ഒന്ന് താളിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം. നല്ല സൂപ്പറാണ്. അപ്പച്ചിമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഇതുപോലെ സ്റ്റോക്ക് എടുക്കും. സ്റ്റോക്ക് എടുത്തിട്ട് അത് നമ്മൾ
ആ ഒരു ഒന്നെങ്കിൽ റൈസിൽ ചേർക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയിൽ ചേർക്കും കേട്ടോ. നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്നതിൽ ചേർക്കും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പല പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടില്ല. ചെമ്മീൻ ബിരിയാണി എപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഉള്ളി, ഇഞ്ചിയും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടൊരു കറി ഉണ്ടാക്കുമല്ലോ, പുളിങ്കറി, അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. എന്തായാലും അങ്ങനെ ചെമ്മീൻ ബിരിയാണിയൊക്കെ വെച്ച് അവരൊക്കെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കുറേ നാൾക്ക് ശേഷം കണ്ടതായതുകൊണ്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടോ. അവർ രണ്ടും വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഞങ്ങളും എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം പായസമൊക്കെ കൊടുത്തു. പായസം 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഒന്നും കൂടെ കൂടി. അപ്പോൾ എന്തായാലും അങ്ങനെ പായസമൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കിനും വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും പിന്നെ അവർ പോയിട്ടാ. അപ്പോൾ ഇവിടെ ഉമ്മിക്ക് നല്ല സങ്കടമായി. അങ്ങനെ പോയപ്പോഴത്തേക്കിനും ഇവിടെ നിൽക്കാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിച്ച് അവർക്കും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിൽക്കാനായിട്ട്. പിന്നെ എല്ലാവർക്കും വീട്ടിൽ എന്താ ഭർത്താക്കന്മാരും പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവർ പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടാ. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തില്ല. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ പതിവ് പരിപാടികളിലേക്കൊക്കെ കടന്നേക്കാണ്. നമുക്ക് എഴുതാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇക്ക വന്നപ്പോഴത്തേക്കിനും പിന്നെ എഴുത്തുകുത്ത് പരിപാടികളിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബാക്കി ഇന്നും നാളെയും, അതായത് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഇഷ്ടം പോലെ വരുന്നവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞായറാഴ്ചത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ബാക്കി വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാനും മാത്രം ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും 2 റെസിപ്പി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ അത് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഇനി നിങ്ങൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.